My dear friends, good morning. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ്. ഓക്കെ, അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് വി ക്യാൻ ഹാവ് എ സ്മോൾ ഇൻട്രൊഡക്ഷൻ അബൌട്ട് അക്കൗണ്ടിങ്. നമ്മൾ അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുന്നത് ഫോർ ബിസിനസ് ആക്ടിവിറ്റീസ് ആണ്. എന്തിനാണ്? ബിസിനസ്. ഓക്കെ, രണ്ട് ടൈപ്പ് ബിസിനസ് ഉണ്ട്. ഒന്ന് പ്രോഫിറ്റ് ലക്ഷ്യം വെക്കുന്ന ബിസിനസ് ഉണ്ട്, രണ്ട് നോൺ പ്രോഫിറ്റ് ബിസിനസ് ഉണ്ട്. നോൺ പ്രോഫിറ്റ് ബിസിനസ് ഉണ്ട്. ഓക്കെ, രണ്ട് ടൈപ്പ് ബിസിനസ് ഓർഗനൈസേഷനാണ് നമുക്കുള്ളത്. ഏതൊക്കെയാ? പ്രോഫിറ്റിന് റൺ ചെയ്യുന്ന ബിസിനസ് ഉണ്ട്, പിന്നെ നോൺ പ്രോഫിറ്റിന് റൺ ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റിന് റൺ ചെയ്യുന്നത് 5 ടൈപ്പ്. ഏതൊക്കെയാ? ഒന്ന് സോൾ ട്രേഡർ, നമ്പർ 2 പാർട്ട്ണർഷിപ്പ്, number 3 joint stock company, number 4 cooperative society, and number 5 HUF, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഓക്കെ, അപ്പോൾ ഏതൊക്കെയുള്ളത്? സോൾ ട്രേഡർ, പാർട്ട്ണർഷിപ്പ്, അല്ല ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഇത് നമ്മൾ ഫസ്റ്റ് നമ്മൾക്കറിയാം, അത് നമ്മൾ +1 നമ്മൾ പഠിക്കാറുള്ള നോർമാണ്. ബിക്കോസ് അക്കൗണ്ടൻസിന്റെ ബേസിക് പഠിക്കുന്ന സമയത്ത് സോൾ ട്രേഡർ ആണ് നമ്മൾ എന്ത് ചെയ്യുക പഠിക്കാറുള്ളത്. നമ്മൾ +1 ഓൾറെഡി പഠിച്ചിട്ടുള്ള സാധനമാണ് ഇത് സോൾ ട്രേഡർ. നമ്മൾ +2 പഠിക്കാൻ പോകുന്നത് +2 CA ഫൗണ്ടേഷന്, CMA ഫൗണ്ടേഷന്, ഇതിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് പാർട്ട്ണർഷിപ്പിന്റെ അക്കൗണ്ടിങ്ങും അതേപോലെ തന്നെ ഏതാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും, അതേപോലെ തന്നെ ഇത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ അക്കൗണ്ടിങ്ങും. ഓക്കെ, ഇത് രണ്ടാണ് നമ്മൾ എവിടെ പഠിക്കുന്നത്? നമ്മളുടെ +2 CA ഫൗണ്ടേഷനിൽ, CMA ഫൗണ്ടേഷനിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു കോർ ഏരിയ ആണ് ഇത്, ഈ 2 ഏരിയ. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പിന്റെ അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യാം. ഏത്? പാർട്ട്ണർഷിപ്പിന്റെ അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓൾറെഡി അറിയാം 2 ടൈപ്പുള്ള ബിസിനസ്. ഒന്ന് സോൾ ട്രേഡറും, ഓക്കെ, രണ്ടാമത്തത് പാർട്ട്ണർഷിപ്പും. ഈ സോൾ ട്രേഡർ ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. ഏത്? സോൾ ട്രേഡർ ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണത്. എന്താണ് സോൾ ട്രേഡർ എന്നുള്ളത്? എന്താണ് സോൾ ട്രേഡർ? ആ ടേമിൽ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോൾ, ഒരാൾ, അല്ലേ? എന്താണ്? ഒരാൾ മാത്രമുള്ളതാണ് എന്ത്? സോൾ ട്രേഡർ. ഒരാളെ ഉണ്ടാകുള്ളൂ. ഒരാൾ പൈസ മുടക്കി അയാൾ പ്രോഫിറ്റ് എടുക്കുന്ന ബിസിനസ് ഓർഗനൈസേഷനാണ് എന്ത് നമ്മൾ വിളിക്കാറുള്ളത്? സോൾ ട്രേഡർ ബിസിനസ് എന്ന് വിളിക്കാറുള്ളത്. ഒരാൾ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. പ്രോഫിറ്റ് ഫുൾ ആർക്ക്? അത് അയാൾക്കുള്ളത്. അപ്പൊ നഷ്ടം ഫുള്ളും അയാൾക്കുള്ളത്. ആരാണോ ക്യാഷ് കൊടുക്കണം അയാൾ ഒറ്റയ്ക്ക്. ഡിസിഷൻ മേക്കർ ആരാണ്? അയാൾ ഒറ്റയ്ക്ക്. അയാളുടെ തീരുമാനം, അയാളുടെ ക്രിയേറ്റിവിറ്റി മാത്രം. അതിൽ വേറെ ആരും അയാൾ എന്ത് ചെയ്യില്ല, ഉൾക്കൊള്ളിക്കില്ല. അത് നല്ലൊരു ബിസിനസ് ഫോർമാറ്റാ. കാരണം എന്തുകൊണ്ടാ? നമുക്ക് നമ്മളുടേതായിട്ടുള്ള പേഴ്സണൽ ഫ്രീഡം ഉണ്ടായിരിക്കും അവിടെ. ഒരാളെ ഡിപ്പെൻഡ് ചെയ്യണ്ട. ഞാൻ തീരുമാനിക്കും. ഇറ്റ്സ് അൾട്ടിമേറ്റ്, ഫൈനൽ. എൻ്റെ തീരുമാനം അന്തിമ. അതിന് വേറെ ആരും എന്ത് ചെയ്യണ്ട, ചോദിക്കാൻ വരണ്ട. സോ ദിസ് ഇസ് കോൾഡ് വാട്ട്? സോൾ ട്രേഡർ. ഒരാൾ ഒറ്റയ്ക്ക് നടത്തുന്ന സ്ഥാപനമാണ് ഇത് സോൾ ട്രേഡർ. അതിലെന്തുണ്ടാവുള്ളൂ? 1 പേഴ്സൺ. എന്ത്? 1 പേഴ്സൺ മാത്രമേ എവിടെ ഉണ്ടാവുള്ളൂ? സോൾ ട്രേഡറിന്റെ അകത്ത് ഉണ്ടാകൂ. എന്നാൽ പാർട്ട്ണർഷിപ്പ് ആയി കഴിഞ്ഞാൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് നടത്താൻ പറ്റുമോ? ഇല്ല. അവിടെ എത്ര പേരുണ്ടായിരിക്കും? മോർ ദാൻ 1 പേഴ്സൺ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ അറിയേണ്ടത് ഇവിടെ ഫീച്ചേഴ്സ് ആണ്. ആദ്യം പാർട്ട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ് നമ്മൾ അറിയണം. ഓക്കെ, ഒരു കമ്പാരിസൺ കൂടി ആവാം. സോൾ ട്രേഡറും പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആവാം. ഒന്നാമത്താണ് നമ്പർ ഓഫ് പേഴ്സൺ. സോൾ ട്രേഡറിൽ എത്ര പേഴ്സൺ ആണ്? ഒരാളെ ഉണ്ടാകൂ. എന്നാൽ പാർട്ട്ണർഷിപ്പിൽ എത്ര പേഴ്സൺ ഉണ്ടായിരിക്കും? മോർ ദാൻ 1, 2 or more എന്ന് നമ്മൾ പറയാം. എന്താ നമ്മൾ പറയാ? 2 or more പേഴ്സൺസ് അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ പാർട്ട്ണർഷിപ്പിലും സോൾ താഴെട്രേഡറിലും ഒരൊറ്റ വ്യക്തി മാത്രം നടത്തുന്നതാണ്. പാർട്ട്ണർഷിപ്പിൽ 2 or more പേഴ്സൺസ് ഉണ്ടായിരിക്കും. മിനിമം 2 ആയിരിക്കണം. എന്റെ 2ന്റെ താഴെ 2ന്റെ താഴെ ഒന്നേ ഉള്ളൂ. ഒരാൾ ഒറ്റക്കായി അതെന്തായിട്ട് മാറി? സോൾ ട്രേഡർ ആയിട്ട് മാറി. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് അഗ്രിമെന്റ്. ഓക്കെ, അഗ്രിമെന്റ് ഒരാൾ ഒറ്റക്ക് നടത്തുന്ന സ്ഥാപനമാകുമ്പോൾ അവിടെ വലിയ ബുദ്ധിമുട്ടോ
കാരണം ദ ഡിസിഷൻ മേക്കിംഗ് ഞാനാണ്, ഫുള്ള് ഞാൻ തന്നെയാണ്. എനിക്കൊരാളോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ഇനി അയാൾ തെറ്റ് ചെയ്ത് തീരുമാനം തെറ്റിപ്പോയി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഫുള്ള് ലാബിലിറ്റി അയാൾക്ക് തന്നെയാണ്, ഫുള്ള് ലാബിലിറ്റി അയാൾക്ക് തന്നെ. അതുകൊണ്ട് തന്നെ അത് അയാൾക്ക് തീരുമാനിക്കും, അയാൾ ചെയ്യും. അയാൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അഗ്രിമെന്റ് ഒന്നുമില്ല. മാത്രമല്ല അഗ്രിമെന്റ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ കോൺട്രാക്റ്റാണ് അല്ലെ. ഈ കോൺട്രാക്ട് ഒരാൾ ഒറ്റയ്ക്ക് കോൺട്രാക്ട് ഉണ്ടോ, എനിക്ക് ഇത്ര പൈസ മറ്റന്നാളെ തരും, ഞാൻ തന്നെ മുദ്ര പേപ്പറിൽ ഇത് ഒപ്പിടേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. ഞാൻ തേരെ എടുക്കുക, അല്ലെങ്കിൽ ഞാൻ മറ്റന്നാളെ കടയിൽ പോകും, അല്ലെങ്കിൽ ഞാൻ മറ്റന്നാളെ കടയിൽ പോകും, മുദ്ര കടലാസിൽ എഴുതി ഒപ്പിടേണ്ട ആവശ്യമുണ്ടോ, വേണ്ട. ഞാൻ പോയാലും കുഴപ്പമില്ല, പോയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അവിടെ. ഓക്കെ, സോ നോ അഗ്രിമെന്റ്. ഇവിടെ എന്തില്ല, അഗ്രിമെന്റ് ഇല്ല, കോൺട്രാക്ട്സ് ഇല്ല. പക്ഷേ പാർട്ട്ണർഷിപ്പില് രണ്ടാൾക്കാരായതുകൊണ്ട് അവിടെ അഗ്രിമെന്റ് ഉണ്ട്, അവിടെ അഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. ഇറ്റ് ഈസ് കോൾഡ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഇവിടെ എന്തുണ്ട്, അഗ്രിമെന്റ് ഉണ്ട്. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, പാർട്ട്ണർഷിപ്പ് ഡീഡ്. എന്തിനാണ് അവിടെ അഗ്രിമെന്റ്? അവിടെ അഗ്രിമെന്റ് വേണം. കാരണം രണ്ടാൾ കൂടുതൽ ആൾക്കാരുള്ളതല്ലേ. അപ്പൊ ഇവർ തീരുമാനിക്കണം, നീ ഇന്ന സാധനം ചെയ്യണം, ഞാൻ ഇന്ന വർക്ക് ചെയ്യും. അത് എഴുതി ഒപ്പിട്ടിട്ട് രണ്ടാളും അവിടെ എന്തെത്തണം. നാളെ പറ്റിയാൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, എനിക്ക് കോടതി പോവാം, കേസിന് പോവാം, എനിക്ക് ഫയൽ ചെയ്യാം. അപ്പൊ രണ്ടോ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, പാർട്ട്ണർഷിപ്പിന്റെ ഇടയിൽ അഗ്രിമെന്റ് ഉണ്ടായിരിക്കണം, നിർബന്ധ. ഓറൽ അഗ്രിമെന്റ് ആണ്, റിട്ടേൺ അഗ്രിമെന്റ് ആവാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ റിട്ടേൺ അഗ്രിമെന്റിനെ വിളിക്കുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഓറൽ അഗ്രിമെന്റ് ചെയ്യാം, അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ there is no validity in front of the law. എന്തെങ്കിലും സംഭവിച്ചാൽ കോടതി പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞുറപ്പിച്ചതായിരുന്നു, ഇങ്ങനെ പറഞ്ഞുറപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കോടതിയുടെ മുന്നിൽ പോയിട്ട് പറയാൻ പറ്റൂല. കോടതിക്ക് എന്ത് വേണം, എവിഡൻസ് വേണം. അതിന് നമ്മൾ റിട്ടേൺ ആയിട്ട് എഴുതിയിട്ട് സൈൻ ചെയ്ത് വെച്ച സാധനം തന്നെ ആയിരിക്കണം അവിടെ ഉണ്ടാകേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് മ്യൂച്വൽ ഏജൻസി എന്ന് പറഞ്ഞ ഫീച്ചർ. എന്താണ് മ്യൂച്വൽ ഏജൻസി? അതായത് ഇവിടെ സോൾ ട്രേഡർ ആയി നിൽക്കുന്ന സമയത്ത് ഞാൻ പണിയെടുക്കണോ, ഞാൻ പൈസ ഉണ്ടാക്കണോ, ഞാൻ പണിയെടുക്കണോ, ഞാൻ പൈസ ഉണ്ടാക്കണോ. പക്ഷേ പാർട്ട്ണർഷിപ്പ് ആകുമ്പോ നാം പണിയെടുക്കുന്നത് നമ്മൾക്ക് പൈസ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഷെയർ എടുക്കണം. ഒരു ചിന്ത വേണം. എന്ത്, ഞാൻ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് എന്ന ഒരു ചിന്ത അവിടെ വേണം. ഇവിടെ അതിന് പ്രസക്തി ഇല്ല. പക്ഷെ എവിടെ വേണം, യെസ്, ഇവിടെ മ്യൂച്വൽ ഏജൻസി വേണം. എന്താണ്, നമ്മൾ പണിയെടുക്കുന്നു, നമ്മൾ ചെയ്യുന്നു എന്നുള്ള. നെക്സ്റ്റ് വൺ ആണ് പ്രോഫിറ്റ് ഷെയറിംഗ്. ലാഭം ഷെയർ ചെയ്യുക. സോൾ ട്രേഡറിന്റെ ഏറ്റവും വലിയ മെറിറ്റ് എന്ന് പറയുന്നത് നോ പ്രോഫിറ്റ് ഷെയറിംഗ്. ഇവിടെ ഈ സാധനം ഇല്ല. എവിടെ ഇല്ല? പാർട്ട്ണർഷിപ്പ് സോൾ ട്രേഡറിൽ പ്രോഫിറ്റ് ഷെയറിംഗ് ഇല്ല. പക്ഷെ എവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് ഉണ്ട്? യെസ്, പാർട്ട്ണർഷിപ്പിലുണ്ട്. 100 രൂപ, അതായത് എ എന്നൊരാൾ ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്തു. എന്നാൽ എ എന്ന് പറയുന്ന വ്യക്തി എയും ബിയും എന്ന് പറയുന്ന അയാളുടെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ടാണ് ബിസിനസ് ചെയ്തത്. ഇപ്പൊ എ എന്ന് പറഞ്ഞത് ആദ്യം എന്തായിരുന്നു? സോൾ ട്രേഡർ ആയിരുന്നു. രണ്ടാമതെത്തിയപ്പോൾ അയാൾ എന്തായിട്ട് മാറി? പാർട്ട്ണർഷിപ്പ് ആയിട്ട് മാറി. ഇവിടെ പ്രോഫിറ്റ് അയാൾക്ക് സപ്പോസ് 100 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ, ഫേമിന് എത്ര 100 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ സോൾ ട്രേഡർ ആകുമ്പോൾ ഫുൾ 100 അയാൾക്ക് എടുക്കാം, ഫുൾ 100 അയാൾക്ക് കിട്ടും. പക്ഷേ പാർട്ട്ണർഷിപ്പ് ആകുമ്പോൾ ഫുൾ 100 കിട്ടുമോ? ഇല്ല. എക്ക് അഗ്രീഡ് ചെയ്ത പ്രോഫിറ്റ് പെർസെൻറ്റേജ് കിട്ടുള്ളൂ. സപ്പോസ് അത് 50-50 ആണെങ്കിൽ എക്ക് 50 പിന്നെ ബിക്ക് 50 കിട്ടുള്ളൂ. ഇതാണ് പാർട്ട്ണർഷിപ്പും സോൾ ട്രേഡറുള്ള ഒരു ഡ്രോബാക്ക്. മീൻസ് സോൾ ട്രേഡറിന്റെ ഒരു പാർട്ട്ണർഷിപ്പിന്റെ ഒരു ഡ്രോബാക്ക് ആണ്, നമുക്ക് കിട്ടുന്ന ലാഭം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകും, കിട്ടുന്ന ലാഭം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. എന്നാൽ സോൾ ട്രേഡർക്കോ കിട്ടുന്ന ലാഭം ഒറ്റയ്ക്ക് എടുക്കാം, അത് അയാളുടെ മെറിറ്റ് ആണ്. പക്ഷെ ഇത് പറയുമ്പോൾ അവിടെ നെഗറ്റീവ് കൂടി ഉണ്ടാവല്ലോ. ലോസ് ആണെങ്കിലോ, സോൾ ട്രേഡർ ആയിരുന്നെങ്കിൽ ലോസ് ഒറ്റയ്ക്ക് വഹിക്കണം. എന്നാൽ പാർട്ട്ണർഷിപ്പ് ആകുമ്പോൾ ലോസ് ഒറ്റയ്ക്ക് വഹിക്കണോ? ഇല്ല,
ഇല്ല, കൂടെ ഉള്ളവനും എന്ത് ചെയ്യണം, വഹിച്ചിരിക്കണം. അപ്പൊ ഇതാണ് നെക്സ്റ്റ് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്. ആൻഡ് ലാസ്റ്റ് വൺ ആണ് എന്ത്, ലാബിലിറ്റി ഓഫ് പാർട്ട്ണർഷിപ്പ്. ലാബിലിറ്റി ഇത് സോൾ ട്രേഡർ ആയിക്കോട്ടെ പാർട്ട്ണർഷിപ്പ് ആയിക്കോട്ടെ അൺലിമിറ്റഡ് ആണ്. എന്താണ് അൺലിമിറ്റഡ്? എന്താണ് ലിമിറ്റഡും അൺലിമിറ്റഡും? അതായത് പാർട്ട്ണർഷിപ്പിന് സോൾ ട്രേഡർ എന്തെങ്കിലും കടം വരുത്തി കഴിഞ്ഞാൽ ആ പൈസ വീട് വിറ്റിട്ടാണെങ്കിലും വീട്ടിയിരിക്കണം. പാർട്ട്ണർഷിപ്പും അങ്ങനെ തന്നെയാണ്. 10 കോടി റുപ്യ നഷ്ടം വന്നോട്ടെ അവർ പാർട്ട്നേഴ്സിന്റെ വീട് വിറ്റിട്ടാണെങ്കിലും ആ ലോസ് അവര് കൊടുത്തിരിക്കണം. ഇത് ഈ ഒരു വലിയ ഡ്രോബാക്ക് നമ്മളുടെ ബിസിനസ് ചെയ്യാനുള്ള ആഗ്രഹത്തെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. ഈ ഒരു വലിയ ഡ്രോബാക്ക്. ബിക്കോസ് അൺലിമിറ്റഡ് ലാബിലിറ്റി എന്ന് പറയുന്ന സാധനം എന്താണ്, നമ്മളെ ബിസിനസ് ചെയ്യാനുള്ള ആഗ്രഹത്തെ പിറകോട്ട് വരിക്കുന്നുണ്ട്. വൈ? കാരണം നമുക്ക് ലാബിലിറ്റി കൂടുതലാണ്, ഭയങ്കര ലാബിലിറ്റിയാണ്. കാരണം നമ്മൾ ബിസിനസ് ചെയ്തിട്ട് നമുക്കത് ലോസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടും കടപ്പാടും പോകുന്നു പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ബദലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് സോൾ ട്രേഡർക്ക് അതിന്റെ വേറെ റീപ്ലേസ്മെന്റ് ആണ് 1% കമ്പനി എന്ന് പറയും. അവിടെ ലിമിറ്റഡ് ആണ്. അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പിന് LLP എന്നെടുക്കും, ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ട്ണർഷിപ്പ്. ഇത് നമുക്ക് ഫ്യൂച്ചറിൽ മീൻസ് നമുക്ക് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് 1% കമ്പനി? ഇതിൽ എന്താണ് അൺലിമിറ്റഡ് ലാബിലിറ്റി ഉള്ള ലിമിറ്റഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണ് 1% കമ്പനി, രണ്ടാമത്തെ എന്താണ് ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ട്ണർഷിപ്പ്. പക്ഷെ ഇതിന് ഭയങ്കരമായിട്ട് ലോ കൂടുതലാണ്. എന്ത് കൂടുതലാണ്? ലോ കൂടുതലാണ്. സാധാ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ സോൾ ട്രേഡർ പാർട്ട്ണർഷിപ്പ് നമുക്ക് പെട്ടെന്ന് തുടങ്ങാൻ വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ലാബിലിറ്റി അൺലിമിറ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ബിസിനസ് ഒക്കെ തുടങ്ങാം. പക്ഷെ 1% കമ്പനി LLP ആണെന്നുണ്ടെങ്കിൽ അത് അത്ര ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂല. എന്താണ് ഇതുള്ളത്? 1% കമ്പനി ആയി കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ലാബിലിറ്റി ഉള്ളത് ലിമിറ്റഡ്. അപ്പൊ ബിസിനസ്സിലെ നഷ്ടം വന്നു കഴിഞ്ഞാലോ ഇല്ല, ബിസിനസ്സിൽ അസറ്റ് വിറ്റിട്ട് വീട്ടിയാൽ മതി, എന്റെ വീട് ഞാൻ വിൽക്കേണ്ട ആവശ്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല വരില്ല. അപ്പൊ ഇതാണ് ഒരു സമ്മറി അബൌട്ട് സോൾ ട്രേഡർ ആൻഡ് പാർട്ട്ണർഷിപ്പ്